ഹലോ ഗേസ്, ഇന്ന് നമുക്കൊന്ന് പഞ്ചായത്തിൽ പോവാ. അപ്പൊ എന്താണ് പോവല്ലേ? അങ്ങനെ ഗേസ്, ഞാൻ രാവിലെ തന്നെ എണീച്ച് കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിപ്പുണ്ട്. രാവിലെ തന്നെ പറയുമ്പോ ഒരു 10-11 അങ്ങനെ ഞാൻ എന്റെ ഉമ്മയും കൂടി പോണേ എവിടക്ക് പഞ്ചായത്തിക്ക്. എന്തിന് കംപ്ലൈന്റ് കൊടുക്കാൻ? എന്ത് കംപ്ലൈന്റ്? അപ്പുറത്തിട്ടിലത്തെ മരം മുറിക്കാൻ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട മരം മുറിക്കാൻ എന്തിന്റെ കംപ്ലൈന്റ് കൊടുക്കണത്? നിങ്ങൾ ക്രൂരന്മാരാണെന്ന്. അതൊക്കെ അങ്ങനെ കുറെ നേരത്തെ സാഹസിക യാത്രകൾക്കൊടുവിൽ ഞങ്ങൾ പഞ്ചായത്ത് എന്താണ് ഉള്ളിൽ കയറി കംപ്ലൈന്റ് കൊടുക്കുക. അപ്പൊ പറഞ്ഞ A4 ഷീറ്റ്. അങ്ങനെ ഞാൻ A4 ഷീറ്റ് വാങ്ങാൻ പോണു. അങ്ങനെ ഞാൻ 2 A4 ഷീറ്റും വാങ്ങിച്ചു വന്നിട്ട് ഇനി എന്താണ് കംപ്ലൈന്റ് ചെയ്യണം. അങ്ങനെ ഞാൻ എന്റെ കഴിവുകളൊക്കെ പുറത്തെടുത്ത് ഞാൻ തന്നെ അതിസാഹസികമായി കുറെ അങ്ങോട്ട് എഴുതി വലിച്ചു വാരി അങ്ങോട്ട് എഴുതി. മലയാള എക്സാമിനോ ഇത്ര എഴുതിയിട്ടില്ല സത്യം പറഞ്ഞു. അങ്ങനെ കംപ്ലൈന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കൗണ്ടറിൽ കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഉമ്മ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ക്ഷീണിച്ച് ഞാൻ എന്റെ അവിടെ ഇരിപ്പായെന്ന് വെച്ചാൽ കുറെ ബുദ്ധി ചെയ്തല്ലേ. കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്ന സ്റ്റാമ്പ് വേണം. അങ്ങനെ ഞാൻ എന്റെ സ്റ്റാമ്പ് വാങ്ങാൻ കടയിൽ പോണത്. സ്റ്റാമ്പും വാങ്ങിയിട്ടതേ വാങ്ങുന്നുണ്ട്. എന്തിന് കംപ്ലൈന്റ് മുട്ടി. അങ്ങനെ കേസ് അവിടെ ഇരുന്ന പശയം വെച്ച് ഞാൻ എന്റെ സ്റ്റാമ്പ് ഒക്കെ അതിസാഹസികമായി ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ എന്താണ് എല്ലാം സെറ്റ് ആക്കി ഉമ്മാന്റെ കൊടുത്തിട്ടുണ്ട്. ഉമ്മ എന്തിനാണ് അവിടെ ക്യൂ നിന്ന് കൊടുക്കണേണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കൂടുതൽ നേരം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഉമ്മ എനിക്ക് വീണ്ടും പണി വരും. ഞാൻ എന്ത് കുപ്പി നിന്ന് ഞങ്ങളുടെ വീടിന്റെ മുകളിൽ എലിനിമരുണ്ട്. അതാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അലക്കി ഡ്രസ് ഇടാൻ പോകുമ്പോ എല്ലാവരും തലേ എന്തെങ്കിലും വീടിലാണ്. അവിടെ ഉമ്മ കംപ്ലൈന്റും കൊടുത്തൊരു ഫോം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി അവരെന്നാണോ ഇനി വന്നതെന്നൊക്കെ അല്ലാക്കറിയാം. അങ്ങനെ കംപ്ലൈന്റും കൊടുത്ത് ഞാൻ ഇങ്ങനെ വീട്ടിൽ പോണത് സാഹസികമായി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളു. ശരി.